വട്ടംകുളത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുസമ്മേളനവും UDF ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. CPM കോട്ടകളെ പൊളിച്ചടക്കി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UDFന്റെ മന്ദമാരുതനായിരുന്നെങ്കിൽ വരാനിരിക്കുന്നത് UDFന്റെ കൊടുങ്കാറ്റാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. അതോടെ കേരളത്തിൽ CPMന്റെ അടിവേരിളകും. വട്ടംകുളത്ത് മണ്ഡലം കോൺഗ്രസ് സംഘടിപ്പിച്ച പൊതുസമ്മേളനവും UDF ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായപ്പോൾ പഴയ നിലപാടുകളുടെ പേരിൽ എന്നെ വിമർശിക്കുന്നവരോട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു. 2 പത്രങ്ങളിൽ പരസ്യം കൊടുത്തതിന്റെ പേരിൽ മുസ്ലിം സമുദായം എന്നെ വെറുക്കുമെന്ന് പ്രതീക്ഷിച്ച ഇടതുപക്ഷക്കാരോട് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് മഹാനായ ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല. നബി തിരുമേനിയെ വധിക്കാൻ വേണ്ടി നടന്നിരുന്ന ഖലീഫ ഉമറിനെ നിലപാട് തെറ്റിതിരുത്തി വന്നപ്പോൾ നിലപാട് തിരുത്തിയപ്പോൾ നെഞ്ചോട് ചേർത്ത് ഖലീഫയായി സ്വീകരിച്ച ഒരു സമുദായത്തെയാണോ ഒരു സന്ദീപ് വാര്യരെ കാണിച്ചുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആ സമുദായത്തെയാണോ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇസ്ലാമിക പ്രമാണമനുസരിച്ച് ഞാൻ വായിച്ചിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള നബിചര്യനുസരിച്ച് തെറ്റുതിരുത്തി നേരായ വഴിയിലേക്ക് വന്ന ഒരാൾക്ക് മാപ്പ് കൊടുത്ത് ചേർത്ത് നിർത്തിയ ചരിത്രമാണ് ആ സമുദായത്തിനുള്ളതെന്ന് ബഹുമാനപ്പെട്ട തവനൂർ MLA ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും ഞാൻ മറന്നു കളയുന്ന, ഞാൻ തെറ്റാണെന്ന് പറഞ്ഞ് തിരസ്കരിച്ച ആ ഭൂതകാലത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നെ വേട്ടയാടുമ്പോൾ പ്രിയപ്പെട്ട തവനൂർ MLA താങ്കൾ അപഹസിക്കുന്നത്, താങ്കൾ ആക്ഷേപിക്കുന്നത് എന്തിനെയാണ് എന്ന് ഞാൻ പറയണ്ടല്ലോ. ബഹുമാനപ്പെട്ട MLAയുടെ പൂർവ്വകാലത്തെ ഞാൻ എവിടെയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ നിലപാട്. ബഹുമാനപ്പെട്ട തവനൂർ MLA അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ ഏറ്റവും ആദ്യം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന സംഘടന ഇന്നൊരു നിരോധിത തീവ്രവാദ സംഘടനയാണ്. അദ്ദേഹം അതിൽ നിന്ന് നിലപാട് മാറ്റി ജനാധിപത്യത്തിന്റെ ചേരിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിക്കണ്ടേ? ശ്രീ തവനൂരിന്റെ MLA നിലപാട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ നിലപാട് മാറ്റത്തെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ടുണ്ട്. അതിന് തർക്കവുമില്ല എന്ന് കരുതി അദ്ദേഹം അന്ന് സ്വീകരിച്ചിരുന്ന നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാൻ നമ്മൾ ആരെങ്കിലും മുതിരുന്നുണ്ടോ? അത് ശരിയല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ നിലപാട്. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം പോലും പരിശോധിക്കാതെ എനിക്ക് നേരെ അദ്ദേഹം ഉയർത്തുന്ന ആക്ഷേപങ്ങളുടെ കുന്തമുനകൾ വാസ്തവത്തിൽ ചെന്ന് പതിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ നേർക്കാണ് എന്ന് പോലും ഓർക്കാതെ എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് NV അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഹാരിസ് മുതൂർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ME നജീബ്, ഭാസ്കരൻ വട്ടകുളം, കഴുകിൽ മജീദ്, N ചന്ദ്രബോസ്, M മാലതി, VV മനോജ് എന്നിവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF ജനപ്രതിനിധികളെ സന്ദീപ് വാര്യർ സ്റ്റോൾ അണിയിച്ച് സ്വീകരിച്ചു.